ലാലേട്ടൻ ആരാധകരും എല്ലാവരും കാത്തിരിക്കുന്നതാണ് ദൃശ്യം 3. അപ്പം മോഹൻലാലിന്റെ ജന്മദിനത്തിലാണ് അത് റിലീസ് ആകുന്നതുമാണ് May 21st. അതെ. അപ്പം ജിത്തു ജോസഫ് ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു, അധികം ഇതൊന്നുമില്ല, സാധാരണ ഒരു ഇമോഷണൽ ആയിട്ട് മോഹൻലാലിന്റെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിനിമ മാത്രമാണെന്നാണ് പറയുന്നത്. ഒരുപാട് പ്രതീക്ഷയൊന്നും വേണ്ട എന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ അത് ജിത്തു ജോസഫ് കഴിഞ്ഞ പ്രാവശ്യം ദൃശ്യം 2 ഇറങ്ങിയപ്പോഴും ഇത് തന്നെയായിരുന്നു പറഞ്ഞു. അപ്പം ദൃശ്യം 2 പോലെ ഒരുപാട് സസ്പെൻസും ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കുമോ ഇത്, അതോ ജിത്തു ജോസഫ് പറഞ്ഞ പോലെ എന്തായിരിക്കും? ചേട്ടൻ എന്താ തോന്നുന്നത്? അതായത് ദൃശ്യം 1 എന്നൊരു സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. പഴങ്കഞ്ഞി പ്രതീക്ഷിച്ച് പോയ എനിക്ക് ബിരിയാണിയാണ് അവിടെ നിന്ന് കിട്ടിയത്. അതുപോലെ തന്നെ ദൃശ്യം 2 ആ ഒരു സിനിമ തിയേറ്റർ റിലീസ് അല്ലായിരുന്നു, OTT ആണ്, ഡയറക്റ്റ് OTT റിലീസായിരുന്നു. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ കാണണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷ ഇരുന്നപ്പോഴാണ് അത് ഒരു ഇടുത്തി പോലെ നമുക്കൊരു ദൃശ്യം 2 OTT-യിലേക്ക് വന്നത്. അതിന് ഹൈപ്പുകൾ ഒരുപാട് കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇതിൻ്റെ 4 പോലും ഇല്ല. ഇപ്പോൾ ഈ ദൃശ്യം ഫ്രാഞ്ചൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ദൃശ്യം 1 മുതൽ അല്ലെങ്കിൽ 3 വരെ യാതൊരുവിധ ഹൈപ്പോ ആ സിനിമയ്ക്ക് കൊടുത്തിട്ടില്ല. ജിത്തു ജോസഫിൻ്റെ സിനിമകളിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രൊമോഷനോ അല്ലെങ്കിൽ PR വർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിൽ ട്രെയിലറിൽ കുറച്ച് കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അത് ഓരോ ചാനലുകളിലും തിയേറ്റർ അല്ലെങ്കിൽ ട്രെയിലർ ബ്രേക്ക് ഡൗണുകൾ ഉണ്ടാവും. അതിൽ നിന്നാണ് പല ഫാൻ തിയറികളും പുറത്തു വരുന്നത്. ഞാനിപ്പോൾ ഒരു 3ലേക്ക് അല്ലെങ്കിൽ ജിത്തു ജോസഫ് പറഞ്ഞ പ്രകാരം ഈ ഒരു ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഇമോഷണൽ ഡ്രാമയാണെന്നാണ് ഇതിൽ പറയുന്നത്. അത് നമ്മൾ ദൃശ്യം ഫസ്റ്റ് കാണുമ്പോൾ വിചാരിക്കുന്ന ഒരു ഫാമിലി പടം, ഒരു ഫീൽ ഗുഡ് ഫാമിലി സിനിമ. പക്ഷെ ഒരു ഫസ്റ്റ് ഹാഫിന് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തോടെ അതിൻ്റെ ടോണ് മുഴുവൻ മാറുകയാണ്. അങ്ങനെ അതുപോലെ തന്നെയാണ് അതിൻ്റെ നേരെ കണ്ടിന്യൂഷനാണ് ദൃശ്യം 2-ൽ വരുന്നത്. ആ ഒരു ദൃശ്യം 2-ലും ആ ഓരോ പ്ലാനിങ്ങും അല്ലെങ്കിൽ കണ്ണിങ് ആയിട്ടുള്ള ഓരോ മൂവ്മെൻറ്റും നമ്മൾ ശരിക്കും ഞെട്ടിച്ച ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ ജിത്തു ജോസഫ് തന്നെയാണ് ദൃശ്യം 3 ഇറക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു കണക്ഷൻ ആണെന്ന് പറയുമ്പോഴും അത് ഏത് തരത്തിലുള്ളതാണ് എന്ന് നമുക്ക് ഈ ഒരു ദൃശ്യം കണ്ടറിഞ്ഞേ മതിയാവും. കാരണം മോഹൻലാൽ ആരാധകർ മാത്രമല്ല, കേരളക്കര അല്ലെങ്കിൽ പാൻ കേരള, പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ പാൻ വേൾഡ് എന്ന് വേണേൽ സൂചിപ്പിക്കാം. കാരണം ഈ സിനിമയുടെ റീമേക്ക് അതങ്ങ് ചൈനീസ് ഭാഷയിൽ വരെ ചെയ്തിട്ടുണ്ട്. അതെ, അതെ. അപ്പോ അതുപോലെ ചെയ്ത അല്ലെങ്കിൽ അതുപോലെ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സിനിമയുടെ 3rd പാർട്ട് അത്ര കണ്ട് മോശമാവില്ല. സാധാരണ പാർട്ട് 1 ഇറങ്ങി പാർട്ട് 2 വരുമ്പോൾ മിക്ക സിനിമയും ഫ്ലോപ്പ് ആയിരിക്കും. എല്ലാവരും പ്രതീക്ഷിച്ച് കയറുന്ന ഫ്ലോപ്പ് ആയിരിക്കും. പക്ഷെ ദൃശ്യം 1 നല്ലതായിരുന്നു, ദൃശ്യം 2 നല്ലതായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ദൃശ്യം 3ക്കും വലിയ ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട ഒരു പത്ര ന്യൂസ് ഞാൻ വായിച്ചിരുന്നു. ഇപ്പോൾ തന്നെ 7 ദിവസം ഉണ്ട് ഇനി, എന്നിട്ടും ഇപ്പോൾ നേടിയത് 10 കോടി രൂപയാണ് അവർ കളക്ഷൻ കളക്ഷൻ നേടിയിരിക്കുന്നത്. അപ്പം എത്രത്തോളം ജനങ്ങൾ അല്ലെ എത്രത്തോളം പാൻ ഇന്ത്യൻ ആയിട്ട് ആൾക്കാർ ഇത് ആ ഒരു സിനിമയുടെ ഡിമാൻഡാണ് ആ ഒരു സാറ്റലൈറ്റ് കളക്ഷന്റെ ആ ഒരു ഹൈപ്പ് കൂട്ടുന്നത്. ഈ ഒരു ഹൈപ്പിൽ തന്നെ നമുക്ക് അത്യാവശ്യം മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ ലൂസിഫർ സിനിമ കണ്ടപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞു ഇത് അത്ര വലിയ സിനിമയൊന്നുമല്ല, ഒരു സാധാ കൊമേഴ്സ്യൽ സിനിമ. പക്ഷെ അന്ന് അത് ചെന്ന് കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു വൈബ്രന്റ് മൂവ് ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ശരിക്കും അല്ലെങ്കിൽ ആ എമ്പുരാന് കിട്ടാതെ പോയതും അതാണെന്നാണ് തോന്നുന്നത്. ഇപ്പൊ ആദര പറഞ്ഞല്ലോ, ഫസ്റ്റ് പാർട്ട് ഇറക്കി സെക്കൻഡ് പാർട്ട് പരാജയപ്പെടുന്നു. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇറക്കി പരാജയപ്പെട്ട് സെക്കൻഡ് പാർട്ട് വിജയിപ്പിച്ച ഒരു സിനിമകളുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടിന് പുറകെ 3rd പാർട്ടും ഇറക്കി. ഇനി ആ 3rd പാർട്ടിന്റെ ചാപ്റ്റർ 1 അനൗൺസ് ചെയ്ത ഒരു സിനിമയുണ്ട്, ആട്. ആ സിനിമ ആട് 1 തികച്ചും പരാജയമായിരുന്നു. പക്ഷെ ആ ഒരു സിനിമ OTT വന്നതിന് ശേഷം അതിൻ്റെ ഓരോ സീനുകളും മീമുകളായും അല്ലെങ്കിൽ ഓരോ ട്രോള് മെറ്റീരിയലുകളായും വന്നപ്പോൾ അതിന് കിട്ടിയ ഒരു ഹൈപ്പ് വേറെ ലെവലിലായിരുന്നു. അതുപോലെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ വാഴ, ആ വാഴ ഫസ്റ്റിന് ശേഷം വാഴ 2 ഇറങ്ങി. ആ വാഴ 2 ഒരു 200 കോടി ക്ലബിലെ കളക്ഷൻ നേടിയ ഒരു നല്ലൊരു കളക്ഷൻ നേടിയ ഒരു സിനിമയാണ്. അതായത് ഫസ്റ്റ് പാർട്ടിനേക്കാൾ മികച്ചതാകുമോ അല്ലെങ്കിൽ മോശമാകുമോ എന്നല്ല, ആ ഒരു സിനിമയുടെ കണ്ടന്റാണ് അതിൽ താരം, അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു എക്സ്പെക്ടേഷൻ, ആ ഒരു ഹൈപ്പാണ് ഈ ഒരു സിനിമയുടെ ഇതിലേക്ക് ആളുകളെ ആകർഷിപ്പിക്കുന്നത്.
ചേട്ടൻ മുമ്പേ പറഞ്ഞല്ലോ ഇത് പാൻ ഇന്ത്യൻ ആണെന്ന്. ഇപ്പം ഇത് റീമേക്ക് തന്നെ തമിഴിൽ പോകുന്നു, തെലുങ്കിൽ പോകുന്നു, കന്നഡയിൽ പോകുന്നു, എല്ലായിടത്തും പോകുന്നു. അതുപോലെ ഇപ്പോൾ കൊറിയനിലോട്ട് പോകുന്നു, ചൈനീസിലോട്ട്. അപ്പം നമ്മളുടെ കേരളത്തിൽ നമ്മുടെ ഇവിടുത്തെ ഈ തിരക്കഥാകൃത്തും നമ്മളുടെ ഓരോ ഡയറക്ഷൻ എത്രത്തോളം ലെവലിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് അതെന്ന് പറയുന്നത്. അത് മലയാളം ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ മോളിവുഡ് വേറെ ലെവലാണ്, അതിൽ വേറെ ഒരു സംശയമില്ല. ഇവിടെ നിന്ന് കഥ അടിച്ച് മാറ്റി മറ്റേ ഫ്രൈങ് പാനിലിട്ട് മാറ്റി ഉരുക്കിയെടുക്കുന്നതാണ് മറ്റുള്ള ഇൻഡസ്ട്രിയിൽ എടുക്കുന്നത്. ഇപ്പോൾ ഹിന്ദിയിലെ ദൃശ്യം കണ്ടിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ തെലുങ്കിലെ കണ്ടിട്ടുണ്ടാവും, തമിഴ് അതുപോലുള്ള എല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ദൃശ്യം മലയാളം ഇൻഡസ്ട്രിയിലെ ദൃശ്യം സിനിമയുടെ 7 അയൽവക്കത്ത് എത്താൻ ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യം. ശരിക്കും ദൃശ്യം എന്നുള്ളത് മോഹൻലാൽ എന്ന ബ്രാൻഡ് കൊണ്ട് സക്സസ് ആയ ഒരു സിനിമയല്ല. അത് ആ ഒരു കഥയ്ക്കും തിരക്കഥയ്ക്കുമാണ് അതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ളത്. അത് നമ്മൾ തെലുങ്കിലും തമിഴിലും പോകുമ്പോൾ തന്നെ അറിയാം. അല്ല, പക്ഷെ അതിലോട്ട് പോകുമ്പോൾ നമ്മൾ തെലുങ്കിലും തമിഴിലോട്ടും ഒക്കെ പോകുമ്പോൾ നമ്മുടെ മോഹൻലാൽ അഭിനയിച്ചതിൻ്റെ ആ ഒരു കിട്ടുന്നില്ല, നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നില്ലെന്ന് തന്നെ പറയാം. അല്ല, അതല്ലേ പറഞ്ഞ മോഹൻലാൽ എന്നൊരു ആക്ടർ അഭിനയിച്ചത് കൊണ്ട് മാത്രം ഒരു അത്ര ലെവലിലെത്തിയ ഒരു സിനിമയാണ്. അതിന്റെ കൂടെ ഒരു അല്ലെങ്കിൽ ആ ഒരു കട്ടയ്ക്ക് പിടിക്കുന്ന ഫാക്ടറാണ് അതിന്റെ സ്ക്രീൻ പ്ലേ. അത് രണ്ട് കോമ്പിനേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ദൃശ്യം നമ്മുടെ പാൻ വേൾഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ രീതിയിൽ എത്തിയത്. ഇപ്പോൾ ഈ പാവനാശം പോലത്തെ സിനിമ അല്ലെങ്കിൽ ഹിന്ദിയിലെ ദൃശ്യം പോലുള്ള ആ ഒരു സിനിമ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു മെച്ചപ്പെട്ട ഹിറ്റ്, അല്ലെങ്കിൽ പാവനാശം തമിഴില് ബിലോ ആവറേജ് ആയിരുന്നു, വലിയ കളക്ഷൻ ഒന്നും കിട്ടിയില്ല. എന്തുകൊണ്ടാണ്? കമലഹാസൻ നല്ലൊരു ആക്ടറാണ്, എന്നിട്ടും അദ്ദേഹത്തിന് ഈ മോഹൻലാലിന്റെ ഈ ഒരു പെർഫോമൻസിന്റെ 7 അയൽവക്കത്ത് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു മറ്റൊരു സത്യം. ദൃശ്യം 4 ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് ഇതിന്റെ ബാക്കിയായിട്ട്. ഞാൻ മറ്റൊരു ഫാൻ തിയറി പറയട്ടെ. അതായത് ഞാനൊരു ട്രോളിൽ കണ്ടതാണ്, അതായത് ജോർജ് കുട്ടിയെ ചതിക്കുന്നത് ജോർജ് കുട്ടിയുടെ ഇളയ കുട്ടിയാണ് എന്നുള്ളൊരു ട്രോള് കണ്ടു. അതുപോലെ പ്രേത സിനിമയായിരിക്കും എന്നൊക്കെ പറഞ്ഞ. അതെ അതെ, മരിച്ചുപോയ വരുണിന്റെ പ്രേതം വന്ന് തെളിയിക്കുമെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, വരുണിന് മറ്റൊരു സഹോദരനുണ്ട്, സഹോദരൻ റിവെഞ്ച് എടുക്കാൻ വരുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഒരു ഫാൻ തിയറി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ അതുപോലുള്ള ഫാക്ടർ ഒന്നും ഇല്ലാതെ ഒരു ലീഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ദൃശ്യം 4 വേണ്ടിയുള്ള ഒരു സൂചന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധി വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അദ്ദേഹം ഇപ്പോ ഇത്ര വർഷമായില്ലേ, 10-20 വർഷത്തോളം ആയില്ലേ ദൃശ്യം ഇറങ്ങിയിട്ട്. ചിലപ്പോൾ 4ാം ക്ലാസ്സുകാരിൽ നിന്ന് സാക്ഷരതാ പഠനം വഴി പഠിച്ച് പല 10ാം ക്ലാസ് ഡിഗ്രി വരെ എത്തിയിട്ടുണ്ടാവാം. യുദ്ധാടിസ്ഥാനത്തിലാണല്ലോ ഇപ്പൊ റിലീസ് മാറ്റി വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം മെയ് 21 എന്ന് പറയുന്നത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞു മോഹൻലാൽ ആരാധകർ മാത്രമല്ല എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അത് ഹിറ്റാകും. ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ ആൾക്കാർ ബുക്ക് ചെയ്യാൻ നടക്കുകയാണ്. അപ്പം ഇതൊരു വലിയ വിജയമാകുന്ന തന്നെയാണ് വിചാരിക്കും. പിന്നെ തീർച്ചയായും ഇത് ഫാൻ ഷോ ഒഴിവാക്കിയാൽ പോലും തന്നെ ഒരു ഫസ്റ്റ് ഡേ കളക്ഷൻ ഒരു 6 കോടിക്ക് മേളിൽ ഉണ്ടാവും എന്നാണ് ട്രാക്കർമാർ പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഒരു 6 കോടിക്ക് മാക്സിമം മേളിലുണ്ടാവും. പക്ഷേ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ജിത്തു ജോസഫിന്റെ ഇതിനു മുമ്പ് ഇറങ്ങിയ 2 പടങ്ങളുണ്ടായിരുന്നു. ഒന്ന് ആസിഫ് അലി നായകനായ മിറാഷ്, പിന്നെ ബിജു മേനോന്റെയും ജോർജ് ജോർജിന്റെയും വലതുവശത്തെ കള്ളൻ. ഈ ഒരു സിനിമ രണ്ടും ഒരു ക്രൈം ത്രില്ലർ ആയിരുന്നു. ഈ ഒരു ക്രൈം ത്രില്ലർ സിനിമ നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് എത്തിയില്ല എന്ന് മാത്രമല്ല, അത് ബിലോ ആവറേജ്, അതിനും താഴെയായിരുന്നു. പടം പൂർണ്ണമായും പരാജയപ്പെട്ടു. അത് ഓവർ ട്വിസ്റ്റുകൾ കൊണ്ട് ആ ഒരു സിനിമയെ വല്ലാതെ അലങ്കോലമാക്കിയ ഒരു അവസ്ഥ. ആ ഒരു അലങ്കോലമാക്കിയത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ ഓരോ സിനിമകൾ കാണുമ്പോൾ ഇടയ്ക്ക് 1-2 ട്വിസ്റ്റുകൾ മാത്രം കാണുമ്പോൾ അത് മാത്രം വർക്കൗട്ടാവും. ഈ മുട്ടിന് ഈ ട്രെയിലറിൽ ഈ ട്വിസ്റ്റ് കൊണ്ട് മുട്ടിന് ഈ ട്വിസ്റ്റ് വരുന്നത് കൊണ്ടാണ് അത് ആ കാണുന്ന പ്രേക്ഷകനെ അത് കൺവേ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ അത് ആ ഒരു ട്വിസ്റ്റുകൾ കൺവിൻസ് ആകണമെന്നില്ല. പറഞ്ഞു വെച്ച രീതിയിലുള്ള ട്വിസ്റ്റുകളാണ് ഈ ഒരു 2 സിനിമകളിലും വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ഓവർ ട്വിസ്റ്റുകളുടെയും അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേയുടെ ഒരു സ്ട്രോങ് ആയിട്ടൊരു സ്ക്രീൻ പ്ലേ ഇല്ലാത്തത് കൊണ്ടും ആ 2 സിനിമയും സാമ്പത്തികമായി പരാജയപ്പെട്ടു പോവുകയായിരുന്നു. ദൃശ്യം 3യുടെ ഹിന്ദി റൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് ഒക്ടോബറിലൊക്കെ ആയിരിക്കും റിലീസ് എന്ന് പറയുന്നത്. അപ്പം അന്ന് ഇറങ്ങിയാൽ ഇപ്പം മിക്കവരും സിനിമ കണ്ടിറങ്ങത്തില്ലേ, അപ്പം അന്ന് അത് അവിടെ തെലുങ്കിലോ തമിഴിലോ ഇറങ്ങിയിട്ട് പിന്നെ കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഇപ്പം ജിത്തു ജോസഫ് ഇത്രയും കാലം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അതിലൊരു മാസ്റ്റർ ക്രാഫ്റ്റ് ഇല്ലാതിരിക്കില്ല.
അതായത് എന്തെങ്കിലും ഒരു ഇന്നർ പോയിന്റ് അതിലുണ്ടാവും. ആ ഇന്നർ പോയിന്റ് മറ്റ് ഇൻഡസ്ട്രിയിലേക്ക് പകർത്താൻ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ നമ്മളൊരു കഥ പറഞ്ഞു, ആ ഒരു കഥ അതേപടി പകർത്തിയാലും നമ്മൾ ഈ കഥയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഒരു കോറ് ആ കോപ്പിക്ക് കിട്ടണമെന്നില്ല. അതാണ് ഈ ദൃശ്യം, മോളിവുഡിലെ ദൃശ്യവും മറ്റ് ഇൻഡസ്ട്രികളിലെ ദൃശ്യം തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം.